ബാംഗ്ലൂരിൽ തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ ജോലിക്കെത്തിയ ഒരു സ്ത്രീ. വാടാനപ്പള്ളി തളിക്കുളം പത്താങ്കല്ല മങ്ങാട്ട് സുനിത കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ നിരവധി പേർ പ്രതികരിച്ച് എത്തുകയാണ്. വൈകാരികമായ പ്രതികരണമെന്നല്ലാതെ ഈ ഒരു വാർത്തയിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. പൊട്ടിക്കരഞ്ഞാണ് പലരും ഈ ഒരു കൊലപാതകത്തിലുള്ള ഞെട്ടവും അമർഷവും എല്ലാവരും പങ്കുവച്ചത്. ഉപദ്രവിക്കാൻ കഴിയാത്തത് കൊണ്ട് അയാൾ സുനിതയെ കൊന്നു. ഇതാദ്യമായല്ല അയാൾ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നത്. ഇത് അയാളുടെ അവസാനത്തേതുമായിരിക്കില്ലെന്ന വീഡിയോയിൽ തന്നെ നിരവധി പേർ പറയുന്നു. സുനിതയെ വ്യക്തിപരമായി അറിയാമെന്ന് ഈയിടയ്ക്ക് നടി പാർവതി തിരുവോത്തുകൂടി പറയുന്നു. അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും താരം കുറിച്ച് സംസാരിച്ചിരുന്നു. നായ്ക്കളെ, അതായത് മിണ്ടാപ്രാണികളെ ഏറ്റെടുത്ത് വളർത്തുന്നതിൽ വളരെയധികം പ്രചോദനമാണ് അവർ എപ്പോഴും സൃഷ്ടിക്കാറുള്ളത്. കുട്ടികളെപ്പോലെ അവരെ നോക്കി പരിപാലിച്ച് വളരെ ശുശ്രൂഷ നൽകിയാണ് വളർത്തുന്നത്. അതിനിടയിൽ തന്നെയാണ് ഇത്തരമൊരു സംഭവം. സുനിതയെ വ്യക്തിപരമായി അറിയാമെന്നും അവരുടെ വീട്ടിൽ താൻ പോയിട്ടുണ്ടെന്നും നടി വെളിപ്പെടുത്തുകയും ആ സുനിതയുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് നടിയുടെ തീരാവേദന അറിയിക്കുകയും ചെയ്തു. അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് താരം കുറിച്ചതിന് പിന്നാലെ ലൈംഗിക അതിക്രമം തടുക്കുന്നതിനിടയിലാണ് സുനിത ക്രൂരമായി കൊല്ലപ്പെട്ടതെന്ന് കൂടി പറയുന്നുണ്ട്. മിണ്ടാപ്രാണികളോട് അളവറ്റ ദയ കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു സുനിതയെന്നും പാർവതി ഓർത്തെടുക്കുന്നുണ്ട്. സുനിതയുടെ കുടുംബത്തിന് അവർ സംരക്ഷിക്കുന്ന നായ്ക്കൾക്കും തുടർ സംരക്ഷണം പുനരധിവാസം ഉറപ്പാക്കുന്നതിന് ഇടപെടുന്നുണ്ടെന്നും താരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ സുനിതയുടെ വാർത്ത കുറച്ച് ദിവസമായി തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. പാർവതിയുടെ വാക്കുകൾ ഇങ്ങനെ തന്നെയാണ്: സുനിത കൊല്ലപ്പെട്ടതാണ്. സുനിത വെറുതെ മരിച്ചതല്ല, അവൾ കൊല്ലപ്പെട്ടത് തന്നെയാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സ്നേഹസമ്പന്നയും ദയയും നിറഞ്ഞ സ്ത്രീകളിൽ ഒരാളാണത്. ലൈംഗിക അതിക്രമത്തെ ചെറുക്കുന്നതിനിടയിൽ സ്വന്തം കൊലയാളിയാൽ കൊല്ലപ്പെട്ടുവെന്ന് അറിഞ്ഞതു മുതൽ കണ്ണീരടക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതാകട്ടെ അവളുടെ തൊഴിലുടമയുമായിരുന്നു. അയാൾ ഇപ്പോഴും അറസ്റ്റിലായി നീതിക്ക് മുന്നിൽ കൊണ്ടുവരപ്പെട്ടിട്ടില്ല. അതെല്ലാം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനു മുൻപും ഈ വാർത്ത സോഷ്യൽ മീഡിയയിലടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ മലയാളി യുവാവിൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ച തൃശൂർ തളിക്കുളം സ്വദേശി സുനിതയ്ക്ക് യഥാസമയം ചികിത്സയും നീതിയും ലഭ്യമാക്കുന്നതിൽ പോലീസിന് സംഭവിച്ച ഗുരുതര വീഴ്ചയെക്കുറിച്ച് തന്നെയാണ് വാർത്ത പറയുന്നത്. ബാംഗ്ലൂരു റൂറൽ പോലീസിന് കീഴിലെ സുലീബലെ പോലീസിന് ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ കാരണം പ്രതി ദീപക് കൃഷ്ണൻ സംഭവ ദിവസം കടന്നു കളയുകയും ചെയ്തു. അബോധാവസ്ഥയിലുണ്ടായ സുനിതയെ ബാംഗ്ലൂരിൽ 3 ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിദഗ്ധ ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതിയുണ്ട്. ഒടുവിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ച ശേഷമാണ് ആംബുലൻസിൽ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത്. 2 പോലീസുകാരെ അടക്കം പൂട്ടിയിട്ട് കടന്നു കളഞ്ഞ ദീപക് കൃഷ്ണൻ ഇന്നലെ ബാംഗ്ലൂരു പോലീസിന്റെ കസ്റ്റഡിയിലായതിന് സൂചനകളുണ്ട്.